രണ്ടാമത്തെ ചാപ്റ്ററായ സംഖ്യാലോകമാണ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കൂ, സംഖ്യാലോകം എന്താണ്? പേരും പെരുമയും അല്ലെ. സംഖ്യകളെ കുറിച്ച് പലതും പഠിച്ചല്ലോ. അറിയാവുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാ? അതിനപ്പുറവും സംഖ്യകളില്ലേ? ഏറ്റവും എന്താണ് അറിയാവുന്ന ഏറ്റവും വലിയ സംഖ്യ എന്താന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണ് ഒന്ന് പറഞ്ഞേ. അതിലപ്പുറവും സംഖ്യ ഇല്ലേ? ഇപ്പൊ നിങ്ങൾ പറയുകയാണെ 1,00,000 എന്നൊക്കെ പറയാം അല്ലെ. അതിന്റെ മേരെയും സംഖ്യകളുണ്ട് അല്ലെ. 1,00,000 1 കോടിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്താണ് അതിന്റെ മേരെയും സംഖ്യകളുണ്ട് അല്ലെ. ഏറ്റവും ചെറിയ സംഖ്യയിൽ നിന്ന് തുടങ്ങി സംഖ്യകൾ വലുതാക്കിക്കൊണ്ടിരിക്കാൻ എളുപ്പമാണ് അല്ലെ. നോക്കൂ, 1, 10, 100, 1000, 10,000 അല്ലെ. ഇങ്ങനെ നമുക്ക് എന്താണ് ഏറ്റവും ചെറിയ സംഖ്യയിൽ നിന്ന് തുടങ്ങിയ സംഖ്യകൾ വലുതാക്കി കൊണ്ടിരിക്കാൻ എളുപ്പമാണ് അല്ലെ. ഇങ്ങനെ എഴുതുമ്പോൾ സംഖ്യകൾ വലുതാകുന്ന എങ്ങനെ നോക്കാം. സംഖ്യയിൽ 1 എന്ന അക്കത്തിന്റെ സ്ഥാനം ഇടത്തോട്ട് നീങ്ങുന്തോറും 10 മടങ്ങ് വലുതാകും. കണ്ടോ, 1, 10, 100, 1000, 10,000 അല്ലെ. അപ്പോൾ 1നെ ഇനിയും ഇടത്തേക്ക് നീക്കി കൂടുതൽ വലിയ സംഖ്യകൾ ഉണ്ടാക്കിക്കൂടെ? അപ്പോൾ 1നെ ഇനിയും ഇടത്തോട്ട് നീക്കിയിട്ട് എന്താണ് ഇനി എന്താണ് 10,000, ലക്ഷം, 10 ലക്ഷം, കോടി അല്ലെ. അങ്ങനെയൊക്കെ പറയാം അല്ലെ. ലാക്ക്, ലക്ഷം, 10 ലക്ഷം, കോടി അങ്ങനെയൊക്കെ പറയാം. ഇനിയും പൂജ്യങ്ങൾ ചേർത്താൽ 10 കോടി, 100 കോടി എന്നിങ്ങനെയും പറയാം അല്ലെ. വിദേശ രാജ്യങ്ങളിൽ ഈ ക്രമത്തിന് അല്പം വ്യത്യാസമുണ്ട്. എന്താണ് ഇത്? നമ്മളിവിടെ പറയുന്നത് എത്രയാണ്? നമ്മൾ പറയുന്നത് 1,00,000 അല്ലെ. പക്ഷെ എന്താണ് വിദേശ രാജ്യത്ത് പറയുന്നത് 100,000 അല്ലെ. 100,000 എന്ന് പറയും. അടുത്തതിന് മില്യൺ എന്ന് പറയും. 10 മില്യൺ, 100 മില്യൺ, ബില്യൺ ഒക്കെ അല്ലെ. അതിനൊക്കെ തന്നെ പറയും അല്ലെ. തുടർന്ന് 10 ബില്യൺ, 100 ബില്യൺ എന്നിങ്ങനെ 1000 ബില്യനെ ട്രില്യൺ എന്നും വിളിക്കും. ഇത്ര വലിയ സംഖ്യകളുടെ ആവശ്യം എന്താണ്? നമ്മുടെ കേരളത്തിൽ എത്ര ആളുകൾ ഉണ്ടെന്ന് അറിയാമോ നിങ്ങൾക്ക്? 2011 കണക്കെടുപ്പ് അനുസരിച്ച് ഏതാണ്ട് 3,40,00,000, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഏകദേശം 34 ബില്യൺ. അപ്പോൾ ഇന്ത്യ മുഴുവൻ എടുത്താലോ 100 കോടിയേക്കാൾ അഥവാ 1 ബില്യനേക്കാൾ കൂടുതൽ അല്ലെ. ലോകം മുഴുവൻ ഇപ്പൊ എത്ര ഉണ്ടായിരിക്കും? അപ്പോൾ ഏതാണ്ട് 800 കോടി അല്ലെ, അഥവാ 8 ബില്യനാണ് ലോകം മുഴുവൻ വരുന്നത് അല്ലെ. ഒന്നിനു ശേഷം കുറെ പൂജ്യങ്ങൾ മാത്രമുള്ള സംഖ്യകളെ ഇങ്ങനെയെല്ലാം പേരുകളിട്ട് പറയാം അല്ലെ. ഒന്നിനു ശേഷം പൂജ്യങ്ങൾ മാത്രമുള്ള സംഖ്യകളെ ഇങ്ങനെയെല്ലാം പേരിട്ട് പറയാം അല്ലെ. പക്ഷെ ഒന്നിനു ശേഷം നമ്പേഴ്സ് വരുന്നതിനെയോ അങ്ങനെ അല്ലാത്ത സംഖ്യകളെയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നോക്കൂ, ഉദാഹരണമായി 1 മുതൽ 9 വരെയുള്ള സംഖ്യകളെ എല്ലാം തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്നത് എത്രയാണ്? 1 മുതൽ 9 വരെയുള്ള സംഖ്യകളെ എല്ലാം കുടിച്ചാൽ ഈ സംഖ്യ കിട്ടും അല്ലെ. ക്ഷമയുണ്ടെങ്കിൽ ചെയ്ത് നോക്കൂ. ഈ സംഖ്യനെ നമ്മൾ എങ്ങനെ വായിക്കുക പറയട്ടോ. തുടർന്ന് കുറേ സംഖ്യകൾ ഓരോന്നായി ഗണിക്കുമ്പോൾ ഗുണനഫലങ്ങൾ എങ്ങനെ വലുതാകുന്നു എന്ന് പരീക്ഷിച്ച് നോക്കുക. ഇതിപ്പോ എങ്ങനെ വായിക്കുക? ഇടത്തുനിന്ന് വായിച്ചു തുടങ്ങും നമുക്ക് അല്ലെ. എങ്ങനെയാണ് വായിച്ചു തുടങ്ങുക? ഇത് എന്താണ് ഇവിടെ? ഇതിന് എന്താണ് 3 അല്ലെ. 3 എന്ന് പറയുമ്പോൾ 36, 362, പിന്നെ 3628, 36,288, 3,62,880 അല്ലെ. അങ്ങനെയൊക്കെ വായിക്കുക അല്ലെ. അപ്പൊ നമുക്ക് നോക്കിയത് എങ്ങനെയാണ് നമ്മൾ വായിക്കുക എന്നുള്ളത് കണ്ടോ. 3,62,880 അല്ലെ. അങ്ങനെ വായിക്കുക അല്ലെ. അക്കങ്ങൾ എണ്ണിയും വായിക്കാം. എങ്ങനെയാണ് അക്കങ്ങൾ എണ്ണിയും വായിക്കുക? ഒരക്ക സംഖ്യയാണെങ്കിൽ 1 മുതൽ 9 വരെ, 2 അക്ക സംഖ്യയാണെങ്കിൽ 10 മുതൽ 99 വരെ, 3 അക്ക സംഖ്യയാണെങ്കിൽ 100 മുതൽ 999 വരെ, 4 അക്ക സംഖ്യയാണെങ്കിലോ 1000 മുതൽ 9,999 വരെ, 5 അക്ക സംഖ്യയാണെങ്കിൽ 10,000 മുതൽ 99,999 വരെ, 6 അക്ക സംഖ്യയാണെങ്കിലോ ലാക്ക് അല്ലെ, 1,00,000 മുതൽ എന്താണ് 9,99,999 വരെ അല്ലെ. 7 അക്ക സംഖ്യയാണെങ്കിലോ 10 ലാക്ക്, പിന്നെ എന്താ മുതൽ എന്താണ് 10 ലക്ഷം മുതൽ 99,99,999 വരെ. ഇത് ഇനിയും തുടരാം അല്ലെ. അപ്പോൾ ഈ സംഖ്യേനെ എങ്ങനെ വായിക്കും? 6 അക്ക സംഖ്യ അതിനാൽ ലക്ഷത്തിന് മേലെയാണ് വായിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മളിത് എങ്ങനെ വായിക്കാൻ നോക്കുക. ടീച്ചർ ഒരു കാര്യം പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ എന്താണ് ഇവിടെ ഫസ്റ്റ് 1 എന്ന് പറഞ്ഞ് നമ്മൾ കണക്ക് കൂട്ടുക. എന്താണ് ഇവിടെ 1, പിന്നെ 10, 100, 1000, 10,000, ലക്ഷം അല്ലെ. അപ്പൊ എന്താണിത്? എത്ര ലക്ഷം? 2 ലക്ഷത്തി അല്ലെ. പിന്നെ 34,567 എന്ന് വായിക്കും. അപ്പൊ നമ്മളിങ്ങനെ വായിക്കുന്നത് ഈ ഭാഗത്തുള്ളത് 1 എന്ന് പറഞ്ഞ് വായിക്കുക കേട്ടോ. 1, 10,
100, 1000, 10000, ലക്ഷം. അപ്പോൾ ഇവിടെ എന്താ ലക്ഷത്തിന്റെ സ്ഥാനത്ത് ഏതാ ഉള്ളത്? 2 അല്ലേ ഉള്ളത്. അപ്പൊ 2 ലക്ഷത്തി. പിന്നെ 10000ത്തിന്റെ സ്ഥാനത്ത് 34 അല്ലേ. അപ്പൊ 34,567 എന്നിങ്ങനെ വായിക്കുക കേട്ടോ. അപ്പൊ ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങൾ വായിക്കാമോ എന്ന് വെച്ചിരിക്കുന്നത്. അതിന്റെ മുന്നേ ഇവിടെ ടീച്ചർ ഒരു കാര്യം പറഞ്ഞാൽ ഇവിടെ ഒരു ഇതുണ്ടായിരുന്നില്ലേ, സംഖ്യ ഇതിലുള്ള ബോക്സിലുള്ള കുട്ടി സംഖ്യ എന്താണ്? അമേരിക്കയിലെ ഒരു ഗണിതാധ്യാപകനായിരുന്ന എഡ്വേർഡ് കാസ്നർ 9 വയസ്സുള്ള മരുമകൻ മിൽട്ടണിന് കണക്കിൽ താല്പര്യമുണ്ടാക്കാനായി അദ്ദേഹം അവനോട് ചോദിച്ചു, 1 കഴിഞ്ഞ് 100 പൂജ്യം വിട്ടാൽ കിട്ടുന്ന സംഖ്യയെ എന്ത് വിളിക്കുന്നു? അപ്പൊ കുട്ടിയുടെ ഉത്തരം എന്താ? ഗൂഗോൾ എന്നായിരുന്നു അല്ലെ. കാസ്റ്റർ പിന്നീട് എഴുതിയ കണക്കും ഭാവനയും എന്ന പുസ്തകത്തിലൂടെ ഈ പേര് പ്രസിദ്ധമായി. ഇന്ന് ഇന്റർനെറ്റിൽ വിഷയങ്ങൾ തിരയാൻ ഉപയോഗിക്കുന്ന ഗൂഗിൾ എന്ന സംവിധാനത്തിന് പേരിട്ടത് ഈ സംഖ്യയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ 1ന് ശേഷം 100 പൂജ്യട്ടായിരുന്ന വിളിക്കുന്ന പേരാണ് ഗൂഗോൾ അല്ലെ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു മനസ്സിലായല്ലോ. ഇനി നമുക്ക് സംഖ്യാ വായന. ഇതിനെ വായിക്കാൻ മറ്റൊരു വഴിയുണ്ട്. ആദ്യം 0 മുതൽ ഇടത്തോട്ട് 1, 10, 100 എന്നിങ്ങനെ 3 വരെ ഇലക്കങ്ങളുടെ സ്ഥാനങ്ങൾ കണക്കാക്കുക. ഇനി തിരിച്ച് 3,62,880 എന്ന് വായിക്കാം. ഓക്കെ, അവിടെ എന്താണ് ഇവിടെ പറയുന്നത്? ഇവിടെ മുതൽ വായിക്കുക അല്ലെ. 1 ഇതെന്താണ് നമ്പർ നമ്മൾ വായിക്കുക. ഇത് എന്താക്കുക? ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം. 1, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം, കോടി. ഇത് നിങ്ങൾ എന്താണ് ഓർഡറിൽ പഠിച്ചു വെക്കണം കേട്ടോ. എന്താണ് 1, 10, 100 ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം, കോടി. ഇങ്ങനെ ആദ്യം പഠിച്ചു വെക്കുക നിങ്ങൾ ഓർഡറിൽ കേട്ടോ. ഓർഡറിൽ പഠിച്ചു വെച്ചതിന് ശേഷം എന്താണ് നമ്മൾ ഇതെന്താക്കാൻ പറ്റുള്ളൂ, ഇത് നമുക്ക് വായിക്കാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് ടീച്ചർ പറയുന്നത്. അപ്പം ഇവിടുത്തെ ഈ നമ്പർ നമ്മൾ എങ്ങനെ വായിക്കുക നോക്കൂ. ഇവിടെ 1, 10, 100, 1000, 10000, ലക്ഷം അല്ലെ. അപ്പൊ ലക്ഷത്തിന്റെ സ്ഥാനത്ത് ഏതാണ്? 3 ആണ് അല്ലെ. അപ്പൊ നമുക്ക് 3 ലക്ഷത്തി എന്ന് പറയാം. പിന്നെ 2 സംഖ്യ 62,000, പിന്നെ 880 എന്ന് വായിക്കാം കേട്ടോ. ഓക്കെ, 3,62,880 വായിക്കാം. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ എന്താണ് ചുവടെ ഇവിടെ ബോക്സിൽ അല്ലെ. ഇവിടെ നോക്കൂ എന്താണ് ഗ്രഹദൂരം. ഗ്രഹങ്ങൾ സൂര്യന് ചുറ്റും കറങ്ങുമ്പോൾ സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദൂരവും അകന്നു പോകുന്ന ദൂരവുമാണ് ചുവടെയുള്ള പട്ടികയിൽ കിലോമീറ്ററുകളായി കാണിച്ചിരിക്കുന്നത്. ഗ്രഹം എന്താണ്? കുറഞ്ഞ ദൂരവും കൂടിയ ദൂരവും ഉണ്ട് അല്ലെ. ഇപ്പൊ ബുധന് കുറഞ്ഞ ദൂരം എത്രയാണ്? കൂടിയ ദൂരം ഇത് അല്ലെ. ശുക്രനും അതായത് ഭൂമി, ചൊവ്വ, വ്യാഴവും, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ അല്ലെ. കുറഞ്ഞ ദൂരം ഇതാണ്, കൂടിയ ദൂരം ഇതാണ്. അപ്പൊ ടീച്ചർ പറഞ്ഞ മെത്തേഡ് നിങ്ങൾ വായിച്ചു നോക്കുക. ഇതൊക്കെ ഒന്നിട്ടാ. ഇത് 1, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി എന്നൊക്കെ പറഞ്ഞ് വായിച്ചില്ലേ. അത് വെച്ചിട്ട് നിങ്ങളിത് വായിക്കുക. ആ സ്ഥാനത്ത് ഏതാണ്? അത് 4 ആ ലക്ഷത്തിന്റെ സ്ഥാനത്തേക്ക് 4 ലക്ഷത്തി, 2 ആണെങ്കിൽ 2 ലക്ഷത്തി എന്ന് പറഞ്ഞ് വായിക്കുക കേട്ടോ. ഇനി 2023 ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്രയാണ്? ഇത്രയാണ് അല്ലെ. എത്ര കിലോമീറ്റർ ആണ്? ഏറ്റവും കൂടിയ ദൂരം എത്രയാണ്? 3 കിലോമീറ്റർ ആണ് അല്ലെ. അപ്പൊ ഇതെങ്ങനെ നമ്മൾ വായിക്കാം? എങ്ങനെയാണ് നിങ്ങൾ വായിക്കുക? ഇത് 10 ഈ സ്ഥാനത്ത് അല്ല, സോറി, 1 അല്ലെ. ഇത് 1, അടുത്ത് 10, പിന്നെന്താണ് 100, 1000, 10000, ലക്ഷം അല്ലെ. 1, 10, 100, 1000, 10000, ലക്ഷം അല്ലെ. അപ്പൊ 3,56,569 ആണ് ഏറ്റവും കുറഞ്ഞ ദൂരം കേട്ടോ. പിന്നെയോ ഏറ്റവും കൂടിയ ദൂരം ഇതാണ് അല്ലെ. അപ്പൊ നമ്മളിത് വായിച്ചു നോക്കുക അല്ലെ. 1, 10, 100, 1000, 10000, ലക്ഷം. ലക്ഷത്തിന്റെ സ്ഥാനത്ത് 4 ആണ് അല്ലെ. 4 ലക്ഷത്തി. പിന്നെ ഇവിടെ 2 പൂജ്യമാണ് എടുത്ത് വരുന്നത് അല്ലെ. അപ്പൊ വേറെ ഇത് നമ്പർ ആണെങ്കിൽ നമുക്ക് എന്താണ് 5 ആണെങ്കിൽ 56 എന്നൊക്കെ വായിക്കുക. പക്ഷെ ഇവിടെ പൂജ്യം ആയതുകൊണ്ട് നമുക്ക് എന്താക്കാണ് 4,06,458 കിലോമീറ്റർ എന്ന് വായിച്ചാൽ മതി കേട്ടോ. ദെൻ 2011 കണക്കെടുപ്പ് പ്രകാരം കേരളത്തിലെ ജനസംഖ്യ എത്രയാണ്? ഇത്രയാണ് അല്ലെ. ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യ ഇത്രയാണ് അല്ലെ. അപ്പൊ ഇതെങ്ങനെ നമ്മൾ വായിക്കുക? എങ്ങനെ വായിക്കുക നമ്മള്? ഇതിന് നമ്മളെന്താണ് 1, പിന്നെ 10, 100, ഇത് 100 വരും അല്ലേ. ഇത് 100, പിന്നെയോ 1000, പിന്നെ 10000, ലക്ഷം, 10 ലക്ഷം, കോടി അല്ലേ. ലാസ്റ്റ് കോടിയിലാവും നിൽക്കുന്നത്. അപ്പൊ 3,34,6,061 അല്ലെ. ഇത്രയും കേരളത്തിലെ ജനസംഖ്യ. ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യ ഇതെങ്ങനെ നമ്മൾ വായിക്കും? 1 കൂടുതൽ എണ്ണ കേട്ടോ. മറ്റേ പഠിച്ചിരിക്കണേ. 1 ഞാൻ മുകളിൽ തന്ന ഏതാണ് പഠിക്കാൻ പറഞ്ഞത്?
1, 10, 100 എന്നുള്ളതില്ലേ? 1, 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം കോടി എന്ന് പറഞ്ഞാൽ അത് പഠിക്കാം. ഇവിടെ തന്നുണ്ട് അല്ലേ? അതാ കല്ലേ 1, 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം കോടി. ഇതാദ്യം ഓർഡറിൽ പഠിക്കുക, എന്നിട്ടാണ് നമുക്ക് അത് എന്താക്കാൻ പറ്റുള്ളൂ, എണ്ണി ഇതാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം നന്നായി ശ്രദ്ധിച്ച് ഇതാക്കുക, അത് നന്നായി പഠിച്ചാലേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പം ഇതെങ്ങനെ വായിക്കുക? 1, 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, പിന്നെന്താണ് കോടി, പിന്നെ 10 കോടി, 100 കോടി അല്ലേ? അപ്പം നമുക്ക് ഇത് എങ്ങനെ വായിക്കുക? 121 കോടി 8,54,977 ആണ് ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യ അല്ലെ 2011 കണക്കെടുപ്പ് പ്രകാരം. 1 മുതൽ 11 വരെയുള്ള സംഖ്യകളുടെ ഗുണനഫലം ഇതാണ് അല്ലെ. അപ്പൊ ഇതെങ്ങനെ നമ്മൾ വായിക്കുക? 1, 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, കോടി അല്ലെ. അപ്പൊ 3,99,16,800 ആണ് എന്ത് 1 മുതൽ 11 വരെയുള്ള സംഖ്യകളുടെ ഗുണനഫലം. അപ്പൊ ആ മറ്റേ ഓർഡറിൽ പഠിച്ചാലേ നമുക്ക് ഇതിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എണ്ണണം കേട്ടോ. ഈ ഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എണ്ണിയാലേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, കറക്റ്റായിട്ട് നമുക്ക് പറയാൻ കഴിയുള്ളൂ കേട്ടോ. ഇനി പെരുകുന്ന സംഖ്യകൾ 1, 2, 3 എക്സെട്ര 9 എന്നിങ്ങനെ 9 ഒരക്ക സംഖ്യകളേ ഉള്ളൂ അല്ലെ. 2 സംഖ്യകൾ എത്ര എണ്ണമുണ്ട്? അതായത് 10 മുതൽ 99 വരെയുള്ള സംഖ്യകളാണ് അല്ലെ. അപ്പൊ 99 10 കുറച്ചാല് 89 ആണോ? ആണോ? ഇങ്ങനെ ആലോചിക്കുക. എന്ത് 1 മുതൽ 99 വരെയുള്ള 99 സംഖ്യകൾ. 1 മുതൽ 99 വരെയുള്ള എത്രയാണ്? 99 സംഖ്യകൾ അല്ലെ. അങ്ങനെ ആവുക അവയിൽ നിന്ന് 1 മുതൽ 9 വരെയുള്ള സംഖ്യകൾ മാറ്റുക. അപ്പൊ 1 മുതൽ 9 വരെയുള്ള സംഖ്യകൾ എന്ന് പറയുമ്പോൾ ഏതാണ്? എത്രയാണ്? 1 മുതൽ 9 വരെയുള്ള സംഖ്യകൾ എത്രയാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ? എന്താണ് 9 സംഖ്യകളാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. 1 മുതൽ 9 വരെയുള്ളത് 9 സംഖ്യകൾ അല്ലെ. അപ്പൊ ഈ 99 9 അങ്ങ് കുറയ്ക്കുക അല്ലെ. അപ്പൊ എന്താ 90 സംഖ്യകൾ. അപ്പൊ 2 സംഖ്യകൾ എത്ര ഉണ്ട്? 90 അല്ലെ. ഇതുപോലെ എത്ര 3 സംഖ്യകളുണ്ടെന്നും കണക്കാക്കാം. 1 മുതൽ 999 വരെയുള്ള സംഖ്യകളിൽ 1 മുതൽ 99 വരെയുള്ള സംഖ്യകൾ മാറ്റണം. അപ്പൊ 999 മൈനസ് 99 എത്രയാണ്? 90 അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 90 3 സംഖ്യ എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 90 അല്ലെ. ഇനി മറ്റൊരു കണക്ക് ആലോചിക്കാം. ആദ്യം നിസ്സാരമായ ചോദ്യം. 1, 3 എന്നീ 2 അക്കങ്ങളും വരുന്ന എത്ര 2 സംഖ്യകളുണ്ട്? എത്രയാ? 1, 3 13 31 അല്ലെ. തിരിച്ചും മറിച്ചു വിട്ടാൽ മതി അല്ലെ. 2 സംഖ്യകൾ വരുന്നത് അല്ലെ. ഇനി 1, 3, 5 എന്നിങ്ങനെ 3 അക്കങ്ങളും വരുന്ന എത്ര 3 സംഖ്യകളുണ്ട്? ഈ 3 സംഖ്യകളും വരുന്ന എത്ര 3 സംഖ്യകളുണ്ട് എന്നാണ് അല്ലെ. അപ്പം എണ്ണാൻ വരട്ടെ. അല്പം നമുക്ക് ആലോചിക്കുക. എന്താ? പ്രവൃത്തിക്ക് മുമ്പ് ചിന്ത എന്നതാണ് കണക്കിന്റെ രീതി. അതാണ് വേണ്ടത് അല്ലെ. നമുക്ക് ആദ്യം എന്താണ് പ്രവൃത്തിന്റെ മുന്നേ എന്താ? ചിന്ത. ഒന്ന് ചിന്തിക്കണം അത്. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടുന്നുള്ളൂ നോക്കാം. 1, 3 ചേർന്ന 2 സംഖ്യകൾ 2 ഉണ്ടല്ലോ അല്ലെ. 1, 3 ചേർന്ന 2 സംഖ്യകൾ എത്ര? 2 ഉണ്ട് അല്ലെ. ഇവ ഓരോന്നിനോടും 5 എങ്ങനെയെല്ലാം ചേർത്ത് 3 സംഖ്യ ഉണ്ടാക്കാം. ഉദാഹരണമായി 13 എന്ന് എടുക്കാം. 1, 3 ആണല്ലോ. അപ്പൊ 13 നമുക്ക് എടുക്കാം. ഇനി എന്താക്കുക? 5 ആദ്യം കൊടുക്കുക. അപ്പൊ 513. 5 നടക്ക് കൊടുക്കുക. അപ്പൊ 153. 5 അവസാനം കൊടുക്കുക. അപ്പൊ 135. അപ്പൊ ആയല്ലോ. ഇനി ഇതുപോലെ 31ലും 5 3 തരത്തിൽ ചേർക്കുക. എങ്ങനെയാ? 5 ആദ്യം, 5 നടുക്ക്, 5 അവസാനം ഇങ്ങനെ. അപ്പൊ ആകെ 6 അല്ലെ. അപ്പോ എന്താണ് 1, 3, 5 വരുന്ന എത്ര 3 സംഖ്യകൾ ഉണ്ട് ശരിക്കുന്നത് അല്ലെ. അപ്പൊ എത്ര 6 ഉണ്ട് അല്ലെ. അപ്പൊ 135 കൊടുക്കുക അല്ലെ. പിന്നെയോ ഇതാ ഇവിടെ പറഞ്ഞാൽ തന്നെ ആദ്യം 1, 3 നമുക്ക് എന്താക്കുക? 13, 31 നമുക്ക് അറിയാം അല്ലെ. പിന്നെ എന്താക്കുക? ആ 13ന്റെ മുന്നേ ആദ്യം കൊടുക്കുക 5 അല്ലെ. പിന്നെ അതിന്റെ നടുക്ക് കൊടുക്കുക. പിന്നെ അതിന്റെ അവസാനം കൊടുക്കുക. പിന്നെ 30ന് 5 എന്താക്കുക? ആദ്യം കൊടുക്കുക, അവസാനം നടുക്ക് കൊടുക്കുക, അവസാനം കൊടുക്കുക. അപ്പോൾ 6 ഓക്കെ. ദെൻ അപ്പോൾ 1, 3, 5, 7 എന്നീ അക്കങ്ങളെല്ലാം വരുന്ന എത്ര 4 സംഖ്യകളുണ്ട്? എങ്ങനെയാണ് ആലോചിക്കേണ്ടത്? 1, 3, 5 വരുന്ന എത്ര 3 സംഖ്യകളുണ്ട്? നമുക്ക് 6 നമുക്കറിയാം അല്ലെ. ഈ ഓരോന്നിലും 7 ഏതൊക്കെ സ്ഥാനങ്ങളിൽ ചേർക്കാം? 7 ആദ്യം എന്താണ്? ഈ സംഖ്യകളിൽ ആദ്യം 7 ആദ്യം ഇതിലെന്താണ്? 7 ആദ്യം കൊടുക്കുക, പിന്നെ 2ാമത് കൊടുക്കുക, പിന്നെ 3ാമത് കൊടുക്കുക അല്ലെ. അങ്ങനെയൊക്കെ കൊടുത്തിട്ട് ചെയ്യാം അല്ലെ. ഓരോന്നിനും 7 ഏതൊക്കെ സ്ഥാനങ്ങൾ ചേർക്കാം? ആകെ എത്ര സംഖ്യകളായി? അങ്ങനെ വെച്ച് ചെയ്യാം അല്ലെ. അവസാനം എന്താണ്? 4 × 6 24 എന്ന ഉത്തരം കിട്ടിയാൽ ആലോചന ശരിയായ വഴിക്കാണ് പോയത് അല്ലെ.
അപ്പൊ നിങ്ങൾ ചെയ്തിട്ട് 24 കിട്ടിയാൽ എന്താണ് നിങ്ങളുടെ ഉത്തരം ശരിയാണ് കേട്ടോ. ഇനി ഉത്തരം വേറെ ആണെങ്കിൽ 3 സംഖ്യകൾ കണ്ടുപിടിച്ച രീതിയും ഇപ്പോൾ ചോദിച്ച ചോദ്യങ്ങളും അല്പം കൂടി മനസ്സിരുത്തി വായിക്കുക. ഇനിയിപ്പോൾ 1, 3, 4, 5 എന്നീ അക്കങ്ങളെല്ലാം വരുന്ന 4 സംഖ്യകൾ എത്ര എണ്ണം ഉണ്ടെന്ന് കണക്കാക്കിക്കൂടെ? 1 മുതൽ 9 വരെയുള്ള എല്ലാ അക്കങ്ങളും ഉപയോഗിക്കുന്ന എത്ര 9 സംഖ്യകളുണ്ട്? കണ്ടുപിടിക്കേണ്ട രീതി ആലോചിച്ച് കഴിഞ്ഞാൽ എന്താണ് ഗുണിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഓർക്കുക. ഈ ഗുണനഫലം പാഠത്തിന്റെ ആദ്യ ഭാഗത്ത് എവിടെയോ കണക്കാക്കി പറഞ്ഞിട്ടുണ്ട്. ഈ കണക്കുകളെല്ലാം 0 എന്ന അക്കം ഒഴിവാക്കിയത് ശ്രദ്ധിച്ചോ? എന്തുകൊണ്ടാണത്? ഉദാഹരണമായി 0, 1, 3 എന്നീ അക്കങ്ങളെല്ലാം വരുന്നത് എത്ര 3 സംഖ്യകൾ ഉണ്ടെന്ന് എങ്ങനെ കണക്കാക്കും? നേരത്തെ 1, 3, 5 ഉപയോഗിച്ചുള്ള കണക്കൂട്ടിൽ എന്താണ് എന്ത് വ്യത്യാസം വരുത്തേണ്ടത്? 0 ആദ്യ സ്ഥാനത്ത് വരില്ലല്ലോ. 0 ആദ്യ സ്ഥാനത്ത് എന്താണ് നമുക്ക് 3 സംഖ്യ ആവൂല അല്ലെ, 2 സംഖ്യ ആവുകയുള്ളൂ. അപ്പോൾ 0 ആദ്യ സ്ഥാനത്ത് വരില്ലല്ലോ അല്ലെ. അപ്പോൾ 0 വരാവുന്ന 2 സ്ഥാനങ്ങളേ ഉള്ളൂ. സംഖ്യകളുടെ എണ്ണം 2 × 2 4 അല്ലെ. പിന്നെ 0, 1, 3, 5 എന്നീ അക്കങ്ങളെല്ലാം വരുന്ന 4 സംഖ്യകളോ? 1, 3, 5 എന്നീ അക്കങ്ങളെല്ലാം വരുന്ന 3 സംഖ്യകൾ 6 എണ്ണം ഉണ്ട് അല്ലെ. ഓരോന്നിനും 0, 3 സ്ഥാനങ്ങളിൽ ചേർത്ത് 4 സംഖ്യയാക്കാം. ആകെ 6 × 3 18 അല്ലെ. ഇനി ഇത് മറ്റൊരു വിധത്തിൽ ആലോചിക്കുക. എങ്ങനെയാ? 1, 3, 5, 7 എന്നീ അക്കങ്ങളെല്ലാം വരുന്ന 24 4 സംഖ്യകളുണ്ട്. ഇവയിൽ 6 എണ്ണത്തിന്റെ ആദ്യ അക്കം 7 ആണ്. 7ന് പകരം 0 എടുത്താൽ ഈ 6 സംഖ്യകൾക്ക് പകരമാവില്ല അല്ലെ. ആകെ സംഖ്യകൾ 24 - 6 18 അല്ലെ. അങ്ങനെ ആലോചിക്കുക കേട്ടോ. ഈ കാപ്രേക്കർ സംഖ്യ എന്താണ്? ഏതെങ്കിലും 4 സംഖ്യകൾ എടുത്ത് അവയെല്ലാം ചേർത്ത് ഉണ്ടാക്കാവുന്ന ഏറ്റവും ചെറിയ 4 സംഖ്യയും ഏറ്റവും വലിയ 4 സംഖ്യയും എഴുതുക. ഉദാഹരണമായി 2, 3, 5, 6 എന്നീ അക്കങ്ങളാണ് എടുക്കുന്നതെങ്കിൽ എന്താണ് വലിയ സംഖ്യ? എന്താണ്? 6532 അല്ലെ. ചെറിയ സംഖ്യ 2356. ഇവയുടെ വ്യത്യാസം 4176 അല്ലെ. ഇനി ഈ വ്യത്യാസത്തിലെ അക്കങ്ങൾ ഉപയോഗിച്ച് ഈ ക്രിയകൾ ആവർത്തിച്ചാൽ ഇതിന്റെ എന്താണ് ഇനി ഈ വ്യത്യാസ അക്കങ്ങൾ ഉപയോഗിച്ച് എന്താ ഈ ക്രിയകൾ ആവർത്തിച്ചാൽ എന്ത് കിട്ടും? 6774 അല്ലെ. അപ്പൊ 6774 അക്കങ്ങൾ എടുത്ത് ഈ ക്രിയകൾ ആവർത്തിച്ചാലോ? ഇതിലെ വലിയ സംഖ്യ ചെറിയ സംഖ്യ എടുത്ത് മൈനസ് ചെയ്യുക അല്ലെ. മറ്റേതെങ്കിലും 4 അക്കങ്ങൾ ഈ ക്രിയകൾ 6774 എന്ന സംഖ്യയിൽ തന്നെ അവസാനിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ സ്കൂൾ അധ്യാപകനായിരുന്ന കാപ്രേക്കർ എന്ന ഗണിത ശാസ്ത്രജ്ഞനാണ് ഇത് കണ്ടുപിടിച്ചത്. അതിനാൽ 6174 6174 കാപ്രേക്കർ സംഖ്യ എന്നറിയപ്പെടുന്നു. അപ്പൊ കാപ്രേക്കർ സംഖ്യ അറിയുന്ന ഏതാണ്? 6174 അല്ലെ. ഓക്കെ. അപ്പൊ നോക്കൂ, ഇനി ഈ കണക്കുകൾ ചെയ്ത് നോക്കൂ. 0 എന്ന അക്കം വരുന്ന എത്ര 2 അക്ക സംഖ്യകളുണ്ട്? 0 എന്ന അക്കം വരുന്ന എത്ര 2 അക്ക സംഖ്യകളുണ്ട്? എത്ര 2 അക്ക സംഖ്യകളാ? അപ്പൊ 0 എന്ന അക്കം വരുന്ന എത്ര 2 അക്ക സംഖ്യകളുണ്ടെന്ന് ചോദിച്ചത്. അപ്പൊ 0 ഉള്ളത് 10, 20, 30, 40, 50, 60, 70, 80, 90 അല്ലെ. അതൊക്കെ 2 അക്കമുള്ള സംഖ്യകൾ അല്ലെ. 1, 2 2 അക്ക സംഖ്യ അല്ലേ. ഈ 0 ഇല്ലാത്ത 2 അക്ക സംഖ്യകളോ? 0 ഇല്ലാത്ത 2 അക്ക സംഖ്യകൾ എത്ര ഉണ്ട്? 11, 12, 13, 14, 15, 16, 17, 18, 19, 20 കൂട്ടൂല അല്ലെ. 20 എന്താണ് 0 വന്നിട്ടുണ്ട്. പിന്നെ 21, 22, 23, 24, 25, 26, 27, 28, 29, 30 പറ്റൂല അല്ലെ. അതിൽ 0 വരുന്നുണ്ട്. പിന്നെ 31, 32, 33, 34, 35, 36, 37, 38, 39 അല്ലെ. 40 വരൂല. പിന്നെ 41, 42, 43, 44, 45, 46, 47, 48, 49 ഞാൻ ഇപ്പൊ പറ്റൂല അല്ലെ. പിന്നെ 51, 52, 53, 54, 55, 56, 57, 58, 59 അല്ലെ. അപ്പം 60 പറ്റുമല്ല, 0 വരുന്നുണ്ട്. പിന്നെ 61, 62, 63, 64, 65, 66, 67, 68, 69 അല്ലെ. പിന്നെ 70 പറ്റൂല, അതിൽ 0 വരുന്നുണ്ട് അല്ലെ. 71, 72, 73, 74, 75, 76, 77, 78, 79 അല്ലെ. ദെൻ 80 പറ്റുമോ? ഇല്ല, അതിൽ 0 വരുന്നുണ്ട് അല്ലെ. പിന്നെയോ 81, 82, 83, 84, 85, 86, 87, 88, 89 അല്ലെ. അപ്പൊ എത്ര സംഖ്യകളായി? അപ്പൊ 90 പറ്റുമോ? ഇല്ല. പിന്നെ 91, 92, 93, 94, 95, 96, 97, 98, 99 അല്ലെ. അപ്പൊ എന്താണ് 100 പറ്റുമോ? എന്താ 0 വരുന്നുണ്ട്, പക്ഷെ എന്താണ് 3 അക്ക സംഖ്യയായി അല്ലെ. അപ്പൊ നമുക്ക് 0 ഇല്ലാത്ത 2 അക്ക സംഖ്യകൾ എത്ര ഉണ്ട് എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എണ്ണിയിട്ട് എത്രയായി? നിങ്ങൾ എണ്ണിയാ? അപ്പൊ എത്ര ഉള്ളത്? 81 അല്ലെ. എത്ര ഉള്ളത്? 81 വന്നു അല്ലെ. കിട്ടിയ നിങ്ങൾക്ക് എണ്ണി നോക്കുക കേട്ടോ. അപ്പൊ 81 വരിക. ദെൻ അടുത്തത് എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ,
രണ്ട് പൂജ്യമുള്ള എത്ര മൂന്നക്ക സംഖ്യകളുണ്ടെന്ന് ചോദിച്ചാൽ രണ്ട് പൂജ്യമുള്ള എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? ഏതൊക്കെയാ രണ്ട് പൂജ്യമുള്ള മൂന്നക്ക സംഖ്യകള്? അപ്പൊ ഇതിലൊക്കെ രണ്ട് പൂജ്യം വരുന്നില്ലേ? രണ്ട് പൂജ്യം വരുന്നില്ലേ? മൂന്നക്ക സംഖ്യയാണ് ഇത്. രണ്ട് പൂജ്യം വരുന്നില്ലേ? അപ്പൊ ഇതൊക്കെയാണ് അല്ലെ. അപ്പൊ ഈ രണ്ട് പൂജ്യമുള്ള എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9 എണ്ണം അല്ലെ. അപ്പൊ എത്രയാണ് നമുക്ക് ആൻസർ വരുന്നത്? 9 അല്ലെ. അപ്പൊ എത്ര രണ്ട് പൂജ്യമുള്ള എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? 9 അല്ലെ. ഒരു പൂജ്യം മാത്രമുള്ള എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? ഒരു പൂജ്യം മാത്രമുള്ള. അപ്പൊ എങ്ങനെ നമുക്ക് പറയാ? ഏതാണ് ഒരു പൂജ്യം മാത്രമുള്ളത്? മാത്രമുള്ള എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? ഇതാ 101 102. ഇത് അതൊക്കെ ഒരു പൂജ്യമാണ് അല്ലെ മൂന്നക്ക സംഖ്യയില്. അപ്പൊ ഇതൊക്കെ 101 102 103 104 105 106 107 108 109 110. പിന്നെ 111 ഇല്ല, 12 13 ഒന്നുമില്ല അല്ലെ. പിന്നെ 120 വരുന്നത്. പിന്നെ 130 140 150 160 170 180 190 അല്ലെ. ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇനി അടുത്ത എന്താണ് പിന്നെ വരുന്നുണ്ട്? 191 അതിലൊന്നുമില്ല. പിന്നെ 201 അല്ലെ. 200 രണ്ട് പൂജ്യമായി. പിന്നെന്താ നമുക്ക് ഒരു പൂജ്യമുള്ള വേണ്ടത് അല്ലെ. അപ്പൊ 201 202 203 204 205 206 207 208 209 210 അല്ലെ. പിന്നെ 220 230 240 250 260 270 280 290 അല്ലെ. പിന്നെ 300 രണ്ട് പൂജ്യമായി. പക്ഷെ 301 നമുക്ക് ഒരു പൂജ്യമുള്ള വേണ്ട അല്ലെ. പിന്നെ 301 302 303 ഇതേപോലെ തന്നെ 390 വരെ അല്ലെ. പിന്നെ 401 മുതൽ ഇങ്ങനെ പോയിട്ട് എന്താ 490 വരെ. 501 പോയിട്ട് ഇങ്ങനെ പോയിട്ട് എന്താ 590 വരെ. പിന്നെ 601 602 ഇങ്ങനെ പോയിട്ട് 690 വരെ അല്ലെ. നിങ്ങൾ എഴുതി നോക്കുക കേട്ടോ. പിന്നെ 701 മുതൽ 702 703 അല്ലെ ഇങ്ങനെ പോയിട്ട് 790 വരെ. 801 802 803 ഇങ്ങനെ പോയിട്ട് എത്രയാണ് 890 വരെ. പിന്നെ 901 902 903 ഇങ്ങനെ പോയിട്ട് 990 വരെ അല്ലെ. അപ്പൊ മൊത്തം എത്ര ഉണ്ട് എണ്ണിയോ? മൊത്തം എത്രയാണ്? 162 സംഖ്യകളാണ് അല്ലെ. ഒരു പൂജ്യം മാത്രമുള്ള എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ എത്രയാണ്? 162 അല്ലെ. 162. ഓക്കെ, 162. അടുത്ത ചോദ്യം എന്താണ്? പൂജ്യം ഇല്ലാത്ത എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ട് എന്ന് ചോദിച്ച്. പൂജ്യം ഇല്ലാത്ത എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ട്? അപ്പൊ ഈ പൂജ്യങ്ങളിലൊക്കെ നമ്മൾ ഒഴിവാക്കുക. എന്നിട്ട് എന്താക്കുക? പൂജ്യം ഇല്ലാത്ത എത്ര മൂന്നക്ക സംഖ്യ എന്ന് ചോദിച്ചത്. അപ്പൊ നമ്മൾ എങ്ങനെ കൂട്ടുക? എങ്ങനെ കൂട്ടും? അപ്പൊ ഒരു പൂജ്യം മാത്രമുള്ള എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ട് എന്ന് ചോദിക്കുമ്പോ എന്താണ്? 162 ആണ് അല്ലെ. നമ്മളിപ്പോ എണ്ണി അല്ലെ. ഇനി എന്താണ്? പൂജ്യം ഇല്ലാത്ത എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? അപ്പൊ പൂജ്യം ഉള്ളത് എത്ര ഉണ്ട്? നമുക്കറിയാം എത്ര പൂജ്യം ഉള്ളത്. ഇപ്പൊ 100 200 പൂജ്യങ്ങളുണ്ട് അല്ലേ. അപ്പൊ അത് 9. പിന്നെ ഈ 101 102 103 അങ്ങനെ പോകുന്നതിൽ എത്ര? 162 അല്ലേ. അപ്പൊ 162 9. പൂജ്യം ഇല്ലാത്ത എന്താണ്? പൂജ്യം ഉള്ളത് ആദ്യം എത്ര മൊത്തം? രണ്ട് പൂജ്യം ഒരു പൂജ്യം ഉള്ളത് എത്രയാണ് നമുക്ക് ആദ്യം എണ്ണുക. അപ്പൊ 162 + 9 എത്രയാണ്? 171 അല്ലെ. അപ്പൊ 171 ഉണ്ട് കേട്ടോ. അത് മനസ്സിൽ പിടിക്കുക. ഇനി നമുക്ക് എന്താണ് ഇവിടെ വരുന്നത്? അപ്പൊ ആദ്യം എന്താണ് നമുക്ക് 100 മുതൽ 999 വരെയാണ് എന്ത് മൂന്നക്ക സംഖ്യ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ മൂന്നക്ക സംഖ്യ കിട്ടണം, എത്ര ഉണ്ട് എന്ന് അറിയണം അല്ലെ ആദ്യം. അപ്പൊ അത് അറിയാൻ എന്താ ചെയ്യേണ്ടത്? നമുക്ക് 1 മുതൽ 999 വരെ എത്ര സംഖ്യകളാണ്? 999 വരെയുള്ള സംഖ്യകൾ അല്ലെ. പിന്നെന്താണ് 100 മുതലാണല്ലോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്നക്ക സംഖ്യ. അപ്പൊ 99 വരെ രണ്ടക്ക സംഖ്യയും ഒരക്ക സംഖ്യയാണ് അല്ലെ. അപ്പൊ 1 മുതൽ 99 വരെ എത്ര സംഖ്യകളാ? 99 സംഖ്യ അല്ലെ. അപ്പൊ എന്താക്കാ? ഈ 999 ഈ 99 നമുക്ക് കുറയ്ക്കുക. അപ്പൊ നമുക്ക് 900 കിട്ടി അല്ലെ. അപ്പൊ എന്താണ് മൂന്നക്ക സംഖ്യകൾ എന്ന് പറയുന്നത് ഏതാണ്? 900 ആണ് അല്ലെ. അപ്പൊ മൂന്നക്ക സംഖ്യകൾ എത്ര ഉണ്ട് ചോദിച്ചാൽ എത്രയാണ്? 900 അല്ലെ. ഈ 900 നമുക്ക് എന്താക്കുക? ഈ 171 എന്താക്കുക? കുറയ്ക്കുക അല്ലെ. ഇതിന്ന് 171 കുറയ്ക്കുക. അത് നമുക്ക് എന്താ കിട്ടുക? 971 കുറച്ചാൽ ഇതിന്ന് 971 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടി? 729 അല്ലെ. അങ്ങനെയല്ലേ കിട്ടുന്നത് നോക്കിയേ. ആണോ? 729 അല്ലെ. അപ്പൊ നമുക്ക് 729 കിട്ടി അല്ലെ. അപ്പൊ എന്താണ്? പൂജ്യം ഇല്ലാത്ത എത്ര മൂന്നക്ക സംഖ്യകളുള്ളത് നമുക്ക്? 729. മനസ്സിലായല്ലോ? 729 ആണ് ഇതുള്ളത് അല്ലെ. ഓക്കെ. ഇനിയോ
അപ്പൊ എങ്ങനെ ചെയ്യേണ്ടത് മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ആദ്യം എത്ര പൂജ്യം ഇല്ലാത്ത എത്ര മൂന്നക്ക സംഖ്യ ഉണ്ടെന്ന് ചോദിച്ചാൽ ആദ്യം നമുക്ക് എന്താക്കണം, എത്ര മൂന്നക്ക സംഖ്യ ഉണ്ട് എന്ന് ആദ്യം കണ്ടുപിടിക്കണം അല്ലെ. അത് കണ്ടുപിടിച്ചതിന് ശേഷം എന്താണ് പൂജ്യങ്ങളുള്ളത് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചില്ലേ. 2 പൂജ്യമുള്ളതും 1 പൂജ്യമുള്ളതും ഒക്കെ എത്രയാണ് കണ്ടുപിടിച്ച് അത് രണ്ടും കൂടി കൂട്ടിയപ്പോൾ 171 കിട്ടിയില്ലേ. ആ 171 ഈ മൂന്നക്ക സംഖ്യയിൽ നിന്ന് കുറച്ചാൽ മതി അല്ലേ. അപ്പൊ നമുക്ക് പൂജ്യം ഇല്ലാത്ത എത്ര സംഖ്യ കിട്ടുന്നു, മൂന്നക്ക സംഖ്യ കിട്ടും എന്നുള്ളത് കണ്ടുപിടിച്ചു അല്ലേ. അപ്പൊ ഇങ്ങനെ അത് കിട്ടുക എങ്ങനെയാണ്, എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ടെന്ന് 100 മുതൽ 999 വരെയാണ് എന്ത് മൂന്നക്ക സംഖ്യ എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം 1 മുതൽ 999 വരെ എത്ര സംഖ്യകളുണ്ട്, 999. ഇനി എന്താണ് നമുക്ക് 100 വരെയാണ്, 100 മുതലാണല്ലോ മൂന്നക്ക സംഖ്യ തുടങ്ങുന്നത്. അപ്പൊ എന്താണ് 99 വരെ എന്താണ് ഒരൊക്കെ രണ്ടൊക്കെയാണ് അല്ലെ. അപ്പൊ എന്താക്കുക, 1 മുതൽ 99 വരെയുള്ള എത്ര സംഖ്യ ഉണ്ട്, 99 സംഖ്യ. ആ 99 സംഖ്യ ഈ 999 കുറയ്ക്കുക. അപ്പൊ നമുക്ക് 900 കിട്ടും. അപ്പൊ മൂന്നക്ക സംഖ്യകൾ 900 ആണ് അല്ലെ. ഈ 900 നമുക്ക് എന്താ പൂജ്യമുള്ള ഒരക്ക ഉള്ളതും 2 പൂജ്യം ഉള്ളതും അല്ലെ. 0 1 പൂജ്യം ഉള്ളതും 2 പൂജ്യവും മൂന്നക്ക സംഖ്യയിൽ നിന്ന് നമ്മൾ രണ്ടും കൂടി കൂട്ടിയപ്പോൾ 171 നേരത്തെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 900 നിന്ന് 171 കുറച്ച് എന്താ 729. മനസ്സിലായല്ലോ. അപ്പൊ 729 കിട്ടും. ഇനി അടുത്ത ചോദ്യം എന്താണ്, അടുത്ത ചോദ്യം, ഒരു അക്കം തന്നെ ആവർത്തിച്ചു വരുന്ന എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്, ഒരക്കം തന്നെ ആവർത്തിച്ചു വരുന്ന എത്ര രണ്ടക്ക സംഖ്യകളുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം പിന്നെ ഒരക്കം തന്നെ 3 തവണ ആവർത്തിച്ചു വരുന്ന മൂന്നക്ക സംഖ്യകളോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഒരക്കം തന്നെ ആവർത്തിച്ചു വരുന്ന ഏതൊക്കെയാ സംഖ്യകളാണ് മക്കളെ, ഒരക്കം തന്നെ ആവർത്തിച്ചു വരുന്ന രണ്ടക്ക സംഖ്യ അല്ലെ. അപ്പൊ എന്താണ് 11, 22, പിന്നെ 33, പിന്നെ 44. കണ്ടോ, ഒരക്കം തന്നെ ആവർത്തിച്ചു വരുന്നത് അല്ലെ. 11, 22, 33, 44, 55, 66, 77, 88, 99 അല്ലെ. അപ്പൊ എത്ര ഉണ്ട്, 9 അല്ലെ. അപ്പം ഒരക്കം തന്നെ ആവർത്തിച്ചു വരുന്നത് എത്ര സംഖ്യകൾ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ എത്ര നമുക്ക് പറയാ, 9 അല്ലെ. ഇവിടെ 9 അല്ലെ, 9. ഇനി എന്താ ഇവിടെ പറയാ, അടുത്ത ചോദ്യം എന്താണ്, ഒരക്കം തന്നെ 3 തവണ ആവർത്തിച്ചു വരുന്ന മൂന്നക്ക സംഖ്യകളോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരക്കം തന്നെ ആവർത്തിച്ചു വരുന്ന മൂന്നക്ക സംഖ്യകൾ എത്ര എണ്ണാണുള്ളത്, 111, 222, 333. അപ്പൊ ഏതാണ്, 111, 222, 333, 444, 555, 666, 777, 887, 999 അല്ലെ. അപ്പൊ ഒരക്കം തന്നെ ആവർത്തിച്ച് വരുന്ന മൂന്നക്ക സംഖ്യകൾ ഏതാണ്, 9 തന്നെ അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എന്താക്കുക, 9 എന്ന് എഴുതാം അല്ലെ. 9 അല്ലേ, എണ്ണി നോക്കൂ, 9 ആണോ. 1 2 3 4 5 6 7 8 9 അല്ലെ. അപ്പോൾ 9 അല്ലെ. അപ്പോൾ 9 ആണ് വരുന്നത് അല്ലെ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം ഒരക്കം തന്നെ ആവർത്തിച്ച് വരുന്ന രണ്ടക്ക സംഖ്യകളത്, ഒരക്കം തന്നെ ആവർത്തിച്ച് വരുന്ന മൂന്നക്ക സംഖ്യകൾ എത്ര എന്നാന്ന് ചോദിച്ചാൽ 3 തവണ വരുന്നത്. ഒരക്കം തന്നെ 3 തവണ ആവർത്തിച്ച് വരുന്നത് ഇതാണ് അല്ലെ. പിന്നെ വേറെ ഏതെങ്കിലും വരുന്നുണ്ടോ, ഇല്ല അല്ലെ. ദെൻ അടുത്ത ചോദ്യം എന്താണ്, അടുത്ത ചോദ്യം എന്താണ്, അക്കങ്ങളെല്ലാം തിരിച്ചിട്ടാലും മാറാത്ത സംഖ്യകളുണ്ട്. ഉദാഹരണമായി എന്താണ്, 46,764 അല്ലെ. ഇത്തരം സംഖ്യകളെ എന്താണ്, ഇരുവഴി സംഖ്യകൾ, പാലിൻഡ്രമിക് നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. അക്കങ്ങളൊക്കെ തിരിച്ചിട്ടാലും മാറാത്ത. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ടീച്ചർ പറഞ്ഞാൽ 121, ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ടീച്ചർ 121 ഒന്ന് തിരിച്ചിട്ട് നോക്കിയാൽ, ഇപ്പോൾ ലാസ്റ്റത്തെ നമ്പർ ആദ്യം നമ്മൾ എഴുതുകയാണ്. ഇപ്പോൾ ഈ ലാസ്റ്റത്തെ നമ്പർ എന്താ, ആദ്യം 1 അല്ലേ നമ്മൾ എഴുതി, രണ്ടാമത്തെ നമ്പർ 2, പിന്നെ മൂന്നാമത്തെ നമ്പർ എത്രയാ അല്ലെ, ഫസ്റ്റ് നമ്പർ എന്താ 1 അല്ലേ. അപ്പോൾ എന്താണ് 121 അല്ലേ. അപ്പൊ അക്കങ്ങളെല്ലാം തിരിച്ചിട്ടാലും മാറാത്ത ഇങ്ങനത്തെ സംഖ്യകൾ എന്താ, എന്താണ് പാലിൻഡ്രമിക് നമ്പർ എന്ന് പറയാം കേട്ടോ. എന്താണ് പാലിൻഡ്രമിക് നമ്പർ, കേട്ടല്ലോ. അപ്പൊ പാലിൻഡ്രമിക് സംഖ്യ അല്ലെ, എന്താണ് ഇരുവഴി സംഖ്യകൾ എന്താണെന്ന് മനസ്സിലായല്ലോ. പാലിൻഡ്രമിക് നമ്പറിൽ അതിന് ഇംഗ്ലീഷിൽ പറയാം പാലിൻഡ്രം. ഓക്കെ, പാലിൻഡ്രമിക് നമ്പർ എന്നാണ് ഇംഗ്ലീഷിൽ പറയാ, ഇരുവഴി സംഖ്യ അല്ലെ. അപ്പൊ ഇരുവഴി സംഖ്യ എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ നേരെ എഴുതിയാലും പിന്നെ അത് ഈ ലാസ്റ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എഴുതിയാലും സെയിം തന്നെ ആയിരിക്കും, നമ്മൾ എഴുതിയ തന്നെ ആയിട്ട് വരും അല്ലേ. അതിനാണ് എന്ത് പാലിൻഡ്രിക് നമ്പർ എന്ന് പറയുന്നത്. ഇപ്പം എന്താണ് ഇത് നമ്പേഴ്സ് ആണെന്ന് വിചാരിച്ചോ. ഇപ്പം ഞാനൊരു ഇത് പറയാണ്, എന്താ ഒരു അക്ഷരങ്ങൾ പറയാണ്, നോക്ക്, MADAM മാഡം അല്ലേ. നമ്മൾ തിരിച്ച് എഴുതിയാലോ, ലാസ്റ്റത്തെ നമ്മൾ M എന്ന് എഴുതുകയാണേ, ലാസ്റ്റത്തെ നമ്മൾ എഴുതുകയാണ് ആദ്യം. അപ്പോൾ M എന്ന് എഴുതുമ്പോൾ ലാസ്റ്റത്തെ M, പിന്നെ എന്താ ലാസ്റ്റത്തെ രണ്ടാമത്തെ A, പിന്നെ ലാസ്റ്റത്തെ മൂന്നാമത്തെ D, ലാസ്റ്റത്തെ നാലാമത്തെ A, ലാസ്റ്റത്തെ അഞ്ചാമത്തെ എന്താണ് M, മാഡം. സെയിം തന്നെ അല്ലേ. ഇതാണ് എന്ത് പാലിൻഡ്രം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പാലിൻഡ്രമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ലാസ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് എഴുതിയാലും ഫസ്റ്റിൽ നിന്ന് എഴുതിയാലും എന്താണ് സെയിം എന്നായി വരുന്നത് കേട്ടോ. അതാണ് പാലിൻഡ്രമിക് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ രണ്ടക്ക സംഖ്യകളിൽ എത്ര എണ്ണം ഇരുവഴി സംഖ്യകളുണ്ട്, രണ്ടക്ക സംഖ്യകൾ എത്ര എണ്ണം ഉണ്ട് ഇരുവഴി സംഖ്യകൾ എങ്ങനെയാണ്. ഇപ്പോൾ രണ്ടക്ക സംഖ്യ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താക്കാം, ഒന്ന് ഏതാണ് 121 അല്ലേ, പിന്നെയോ
100 അടുത്ത ഏതാ വരിക? ഒന്ന് അങ്ങനെ ചിന്തിച്ച് നോക്ക്. പിന്നെ 131. പിന്നെ അടുത്ത് വരുന്നത് അല്ല രണ്ടക്ക സംഖ്യയല്ലേ. ഇപ്പം നമ്മളെന്താ മൂന്നക്ക സംഖ്യയാണ് രീതി അല്ലേ. രണ്ടക്ക സംഖ്യ വരുമ്പോൾ ഏതാ? രണ്ടക്ക സംഖ്യ വരുമ്പോൾ ഏതാ മക്കളെ വരുന്നത്? നമ്മൾ തിരിച്ചെഴുതിയാൽ 11, പിന്നെ 22, 33, പിന്നെ 44, 55, 66, 77, 88, 99 അല്ലേ. ഇത് തിരിച്ചെഴുതിയാലും സെയിം തന്നെ വരുന്നത്. ഇനിയോ നമുക്ക് മൂന്നക്ക സംഖ്യയിൽ വരുന്ന ഏതാന്ന് നോക്കിയേ. ഏതാണ് മൂന്നക്ക സംഖ്യയിൽ വരിക? അപ്പോൾ ഇത് എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണം അല്ലേ. അപ്പോൾ 20 സംഖ്യ രണ്ടക്കത്തിൽ എത്രയാണ്? 9 എണ്ണം വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ 9 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് 9 എണ്ണം. ദെൻ മൂന്നക്ക സംഖ്യകളിലോന്ന് ചോദിച്ച് 4 അക്ക സംഖ്യകളിലോ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്തുകൂടെ എത്ര എങ്ങനെയാണെന്നുള്ളത്? അപ്പോൾ നമുക്ക് ഒന്ന് ഏത് ചെയ്യാം? 1. അപ്പോൾ രണ്ടക്ക സംഖ്യയിൽ 9 എണ്ണം. ഇനി മൂന്നക്ക സംഖ്യയിലാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? മൂന്നക്ക സംഖ്യയിലാവുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം നോക്കൂ. മൂന്നക്ക സംഖ്യ അറിയുമ്പോൾ 101 മുതലല്ലേ. പക്ഷേ 100 മുതലല്ലേ മൂന്നക്ക സംഖ്യ വരുന്നത്. പക്ഷേ നമുക്ക് എന്താ കിട്ടേണ്ടത്? മൂന്നക്ക സംഖ്യയിൽ പാരൻട്രിക് നമ്പർ അല്ലേ. അപ്പോൾ 101 അല്ലേ. പിന്നെയോ 102 പറ്റുമോ? ഇല്ല. നമുക്ക് പാരൻറ്റ് തിരിച്ച് എഴുതിയാൽ ആ നമ്പർ തന്നെ കിട്ടണം അല്ലേ. പിന്നെ 111 എടുക്കുക അല്ലേ. പിന്നെയോ 121 എടുക്കുക, 131 എടുക്കുക, 141 തിരിച്ചെഴുതിയാൽ തന്നെ അല്ലേ വരിക. 141, 151, 161, 171, പിന്നെ 181, പിന്നെ 191 അല്ലേ. 191. അപ്പോൾ എത്ര? ഇനി അടുത്ത ഏതാ വരുന്നത്? പിന്നെ അടുത്ത് വരുന്നത് ഏതാണ്? ഈ 201 മുതൽ എഴുതാം അല്ലേ. നമുക്ക് 201 അല്ലേ. പിന്നെയോ 212 അല്ല 212. പിന്നെയോ പിന്നെ ഏതെങ്ങനെ എഴുതാം? പിന്നെ 222, 232, 242, 252, 252, 262, 272, 282, 292 അങ്ങനെ എഴുതാം അല്ലേ. പിന്നെ 300 വരുന്ന 301, 313, 323, 333 തിരിച്ചെഴുതിയാൽ അതന്നെ വരണം അല്ലേ. പിന്നെ 333, 343, 353, 363, 373 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലേ. ലാസ്റ്റ് എന്താ 901, 912 എന്താ 919, 929, 939, 939, 949, 959, 969, 969, 979, 999 അല്ലേ. അങ്ങനെ എല്ലാം കൂടി കൂട്ടി നമുക്ക് എന്ത് കിട്ടും? ഇതിലെത്ര എണ്ണം കിട്ടി? 10 അല്ലേ. ഈ രണ്ടിലുള്ള ഇതിലും എന്ത് കിട്ടും? 10 അല്ലേ. അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? 9 അല്ലേ. അപ്പം നമുക്ക് എത്ര മൂന്നക്ക സംഖ്യകളിൽ എത്ര നമുക്ക് കിട്ടും? 90 എണ്ണമാണ് കേട്ടോ വരുന്നത്. മൂന്നക്ക സംഖ്യയിൽ നമുക്ക് 90 പാലൻഡ്രമിക് നമ്പറാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. പിന്നെ രണ്ടക്ക സംഖ്യയിൽ എത്രയായിരുന്നു? 9 അല്ലേ. പിന്നെ എന്താണ് മൂന്നക്ക സംഖ്യയിൽ നമുക്ക് 90 കിട്ടും അല്ലേ. പിന്നെ നാലക്ക സംഖ്യകളാണെങ്കിലോ നാലക്ക സംഖ്യയിൽ എത്ര കിട്ടും നമുക്ക്? നാലക്ക സംഖ്യയിൽ വരുന്നത്. അപ്പോൾ ഇനി എന്താ നാലക്ക സംഖ്യ അല്ലേ. നാലക്ക സംഖ്യയിൽ നമുക്ക് എങ്ങനെ എഴുതാതെ ഒന്ന് ഞാൻ ടീച്ചർ കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് നിങ്ങൾ നോക്ക് എത്ര ഉണ്ട് ഉള്ളത്. ഒന്നെന്താണ് നമ്മൾ നാലക്ക സംഖ്യ പറയുമ്പോൾ എത്രയാണ്? 1000 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ എന്താണ് പാലൻഡ്രമിക് നമ്പർ പറയുമ്പോൾ എന്താണ് തിരിച്ച് എഴുതിയാൽ ആ നമ്പർ തന്നെ ആണല്ലേ. അപ്പോൾ 1000 എഴുതിയാൽ പറ്റുമോ? ഇല്ല. 1001 അല്ലേ. പിന്നെ അടുത്ത് എന്താ വരിക? 1001. പിന്നെ വേറെ എന്ത് വരുന്നുണ്ട്? 1111 അല്ലേ. പിന്നെ 1221, പിന്നെ 1331, പിന്നെ 1441, 1551, 1661, 1761, 1771, 1881, 1991 അല്ലേ. കാണുന്നില്ല. ഓക്കെ 1991 അല്ലേ. പിന്നെ അടുത്ത വരുന്നത് ഏതാണ്? 2002 അല്ലേ. 2002. പിന്നെ 2112 തിരിച്ചെഴുതിയാൽ തന്നെയല്ലേ വരുന്നത്. 2000. പിന്നെ 222. പിന്നെ 2022,
332 അങ്ങനെ അങ്ങനെ പോയി എഴുതുക അല്ലേ. അങ്ങനെ അത് ഇത് 1000 വെച്ച് എത്ര കിട്ടിയിരുന്നു? 1 2 3 4 5 6 7 8 9 10 കിട്ടി അല്ലേ. 10 കിട്ടിയിട്ട് അപ്പോൾ അതേപോലെ ഈ 2000 വെച്ച് വരുമ്പോൾ 10 കിട്ടും. 3000 10, 4000 10, 5000 10 അല്ലേ. അങ്ങനെ 9000 എന്ത് വരും? 10 വരും അല്ലേ. അപ്പോൾ എത്ര എണ്ണായി? 90 തന്നെ അല്ലേ. അപ്പോൾ ഇവിടെ എത്ര എണ്ണായി? 10 9 അല്ലേ വരുന്നത്. അപ്പോൾ 10 × 9 90 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ ഇവിടെ 4 അക്ക സംഖ്യകളായാലും എത്ര നമുക്ക് കിട്ടുക? 90. നിങ്ങൾക്ക് എഴുതി നോക്കുക കേട്ടോ കിട്ടുന്നുണ്ടോയെന്ന്. അപ്പോൾ 90 തന്നെയാണ് കേട്ടോ വരിക. ഓക്കെ, അപ്പോൾ 4 അക്ക സംഖ്യകളായാൽ 90. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? അടുത്ത ചോദ്യം എന്താണ്? അടുത്ത ചോദ്യം എന്താണ്? ക്വസ്റ്റ്യൻ 1 2 3 4 എന്നീ അക്കങ്ങളെല്ലാം ഉപയോഗിച്ച് എത്ര 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കാമെന്ന് ചോദിച്ചത്. അവയെല്ലാം കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ ഏതാണെന്ന് ചോദിച്ചത്. അപ്പോൾ 1 2 3 4 എന്നീ അക്കങ്ങളെല്ലാം ഉപയോഗിച്ച് എത്ര സംഖ്യകൾ ഉണ്ടാക്കാൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആ മെത്തേഡിൽ ചെയ്യാം. എന്നിട്ട് എത്ര 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കാമെന്നാണ് ചോദിച്ചത്. അവയെല്ലാം കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ ഏതാണെന്ന്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ കാണാം? 1 2 3 4 ഇത് നമ്മൾ ചെയ്തതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ എന്താണ് എങ്ങനെയാണ് പറഞ്ഞിരുന്നത്? 1 2 2 ഒക്കെ സംഖ്യ എടുക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് 12 ഇപ്പോൾ 21 അല്ലേ, 2 കിട്ടും അല്ലേ. 3 അക്ക സംഖ്യയാണ് നേരത്തെ ചെയ്തത്. ഇങ്ങനെയായിരുന്നു. ഇതിൻ്റെ ആദ്യത്തിലൊന്ന് വെച്ച് കൊടുക്കുക, പിന്നെ 12 അല്ലേ. 12ൻ്റെ ആദ്യത്തിലൊന്ന് വെച്ച് കൊടുക്കുക, അപ്പം 312 പിന്നെ നടുക്കില്ലേ 131 പിന്നെ അവസാനത്തിൽ 121 അല്ലേ. അങ്ങനെ ഓരോന്നാക്കി വെച്ച് കൊടുക്കുക. ഈ 4 അക്ക ആകുമ്പോൾ എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇത് എത്ര ഉണ്ടായിരിക്കും? അപ്പോൾ നേരത്തെ എന്താണ്? 2 അക്ക ആണെങ്കിൽ 2 അല്ലേ. 3 അക്ക ആണെങ്കിലോ 2 അക്ക ആണെങ്കിൽ 2 ആയിരുന്നു. 3 അക്ക ആകുമ്പോൾ എന്താണ്? 3 × എന്ത് വരും? 2 വരും അല്ലേ. അപ്പോൾ എത്ര? 6 വരും അല്ലേ. അപ്പോൾ എത്രയാണ്? 6 വരും. പിന്നെ അടുത്ത എത്ര? 4 അക്ക ആണെങ്കിൽ 4 × 6 24 സംഖ്യകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ 24 സംഖ്യകൾ ആണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? ഈ ഇതിൽ വരുന്നത് അല്ലേ. ഇതിൽ 1 2 3 4 എന്ന അക്കങ്ങളെല്ലാം ഉപയോഗിച്ച് എത്ര 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ 24 അല്ലേ. പിന്നെ എന്താണ്? അവയെല്ലാം കൂട്ടിയാൽ എത്ര കിട്ടുമെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സംഖ്യകൾ ഏതൊക്കെയാണ്? ഏതൊക്കെയായിരിക്കും? നമുക്ക് ആദ്യം 1234 ഒന്നെടുക്കുക. പിന്നെയോ പിന്നെ അങ്ങനെ തിരിച്ച് ഇതൊക്കെയൊക്കെ ആക്കിയിട്ട് എന്താക്കുക? ആദ്യം പിന്നെ 1243 എടുക്കുക, 1423 എടുക്കുക, 1432 എടുക്കുക, 1324 എടുക്കുക, 1342 പിന്നെ 2134 2000 അങ്ങനെയൊക്കെ വെച്ച് ചെയ്യാം അല്ലേ. ലാസ്റ്റ് നമുക്ക് കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ എന്താണ്? 66,660 അല്ലേ. ഇതാണ് നമുക്ക് എന്തായാലും കൂടി കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ കേട്ടോ. അപ്പോൾ 66,660 കിട്ടിയില്ലേ. അപ്പം ഈ ചാപ്റ്റർ നിങ്ങൾ എന്താണ് നന്നായി മനസ്സിലാക്കുക കേട്ടോ. എന്താണ് ഒക്കെ പഠിച്ചതിന് ശേഷം എന്താക്കുക? നിങ്ങൾ സ്വയം തന്നെ ഈ ക്വസ്റ്റ്യൻസ് തന്നെ ഇടുക കേട്ടോ. എന്നിട്ട് അപ്പോൾ എന്താക്കും? നിങ്ങൾക്ക് സ്വയം തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനും കഴിയണം. ഓക്കെ, അപ്പോൾ അടുത്ത ചാപ്റ്റർ ടീച്ചർ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്